ഒരു മുഹൂർത്തത്തിലാണ് നമ്മളിവിടെ ഒത്ത് ചേർന്നിരിക്കുന്നത്. പ്രിയപ്പെട്ട രണ്ട് സഹോദരിമാർ ക്രിസ്തുദേവൻ്റെ മഹത്തായ സ്നേഹ സന്ദേശത്തെ ഉൾക്കൊണ്ടുകൊണ്ട് ത്യാഗപൂർണമായ ജീവിതം നയിച്ചുകൊണ്ടിരിക്കുന്ന രണ്ട് പ്രിയപ്പെട്ട സഹോദരിമാരെ അകാരണമായി ഒരു ഫാസിസ്റ്റ് ഭരണകൂടം തടങ്കലിൽ ആക്കിയിരിക്കുന്ന സന്ദർഭം. ശ്രീനാരായണ ഗുരുവിൻ്റെ കർമ്മകാണ്ഡത്തിന് സമാരംഭം കുറിച്ചുകൊണ്ട് അരുവിപ്പുറത്തൊരു പ്രതിഷ്ഠ നിർവഹിച്ചതിന് ശേഷം ലോകത്തിന് ആദ്യമായി നൽകിയ സന്ദേശത്തിൽ പറഞ്ഞത് ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവരും സോദരത്യേന വാഴുന്ന മാതൃകാസ്ഥാനമാമിത് എന്നാണ്. എല്ലാവിധ ഭേദചിന്തകൾക്കും അതീതമായി മനുഷ്യ സാഹോദര്യവും സൗഹാർദ്ദവുമാണ് ശ്രീനാരായണ ഗുരുദേവൻ്റെ ദർശനത്തിൻ്റെ ഉള്ളടക്കം എന്ന് പറയുന്നത്. വാസ്തവത്തിൽ ഇന്ന് ഇന്ത്യ ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഭരണകർത്താക്കൾ അവർ ഹിന്ദുത്വവാദികളാണ് എന്നാണ് പറയുന്നത്. പക്ഷേ ഹിന്ദുമതത്തിൻ്റെ മഹത്തായ മൂല്യങ്ങളോ പാരമ്പര്യങ്ങളോ അല്ല അവർ പിന്തുടരുന്നത്. അത് ഇവിടെ നേരത്തെ ഫാദർ സൂചിപ്പിച്ചതുപോലെ യൂറോപ്പിൽ വളർന്ന് വികാസം പ്രാപിച്ച നാസിസവും ഫാസിസവുമാണ് ഈ പ്രസ്ഥാനങ്ങളുടെ മുഖമുദ്രയായി നമുക്ക് കാണാൻ കഴിയുന്നത്. എന്താണ് ഫാസിസം, നാസിസം എന്നിങ്ങനെ പേരുകളിൽ അറിയപ്പെടുന്ന ഈ പ്രസ്ഥാനങ്ങളുടെ മുഖമുദ്ര എന്ന് ചോദിച്ചാൽ നമുക്കറിയാം, ഹിറ്റ്ലർ വളർന്നു വന്നത് വിദ്വേഷം പരത്തിക്കൊണ്ടാണ്. തൻ്റേത് അല്ലാത്ത ചിന്താധാരയിൽപ്പെട്ടവരോടൊക്കെയുള്ള കടുത്ത വിദ്വേഷം, അത് ശാരീരികമായി തന്നെ അവരെ ഉന്മൂലനം ചെയ്യുന്ന നിലയിലേക്ക് വളർന്നു വികാസം പ്രാപിച്ചു എന്നുള്ളതാണ് നാസിസത്തിൻ്റെ സവിശേഷത. വാസ്തവത്തിൽ ഇന്ന് ഇവിടെ നടമാടിക്കൊണ്ടിരിക്കുന്ന ഈ പ്രവണതകൾ കാണുമ്പോൾ ആ പാതയാണ് അവർ പിൻപറ്റുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും. ഒരിക്കലും അത് ഹിന്ദുമതത്തിൻ്റെ മഹത്തായ അഹിംസയിലും സ്നേഹത്തിലും സാഹോദര്യത്തിലുമൊക്കെ അധിഷ്ഠിതമായ വിശിഷ്ടമായ മൂല്യങ്ങളല്ല. ഹിന്ദുമതത്തിൽ തന്നെ വാസ്തവത്തിൽ ഇതിന് വിരുദ്ധമായിട്ടുള്ള ചില ചിന്താധാരകളും രീതികളുമൊക്കെ നിലനിന്നിരുന്നു എന്ന് നമുക്ക് കാണാൻ കഴിയും. ജാതി വ്യവസ്ഥയും വർണ്ണവ്യവസ്ഥയും അത് സൃഷ്ടിച്ച മനുഷ്യത്വരഹിതമായിട്ടുള്ള പ്രവണതകളുമൊക്കെ ഹിന്ദുമതത്തിൻ്റെ ഭാഗമായി ഉണ്ടായിരുന്നു. എങ്കിലും മനുഷ്യ ചിന്തയെ അതിൻ്റെ ഏറ്റവും ഉന്നതമായ തലങ്ങളിലേക്ക് ഉയർത്തിയ ഉപനിഷത്തുക്കളും ശ്രീബുദ്ധൻ്റെ ദർശനവും ഒക്കെ ഈ ഭാരതത്തിൻ്റെ വലിയ സംഭാവനകളാണ്. പക്ഷെ അതല്ല ഈ ശക്തികൾ ഉയർത്തി പിടിച്ചുകൊണ്ടിരിക്കുന്നത്. ഭാരതത്തിൽ ഏതെങ്കിലും ഒരു സവിശേഷമായ മതത്തിൻ്റെ സംസ്കാരം മാത്രമല്ല നിലനിന്നിരുന്നത്. നമ്മുടെ സംസ്കാരത്തിൻ്റെ വലിയൊരു സൗന്ദര്യം എന്ന് പറയുന്നത് അതിലെ വൈവിധ്യം തന്നെയാണ്. ഇന്ത്യയിലേക്ക് കാലാകാലങ്ങളിലായി കടന്നു വന്ന പല ദർശനധാരകളും മതങ്ങളും എല്ലാം ഈ മണ്ണിൽ തന്നെ വേരുപിടിക്കുവാൻ അവയ്ക്കെല്ലാം കഴിയുകയും അവർ നമ്മുടെ സംസ്കാരത്തെ വളരെയധികം പരിപോഷിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. നമ്മുടെ കലയിൽ, ശാസ്ത്രത്തിൽ, സാഹിത്യത്തിൽ എല്ലാം തന്നെ ഈ വൈവിധ്യത്തിൻ്റെതായ വലിയൊരു സംഭാവനകളുണ്ട്. അപ്പോൾ നമ്മുടെ സംസ്കാരം എന്ന് പറയുന്നത് ഈ വൈവിധ്യങ്ങളെ ഉൾക്കൊള്ളുന്ന മഹത്തായ ഒരു പാരമ്പര്യത്തിൽ അധിഷ്ഠിതമാണ്.
ആ പാരമ്പര്യത്തെയാണ് ഒരൊറ്റ വിചാരത്തിലേക്ക്, ധാരയിലേക്ക് കൊണ്ടുപോകുവാനായിട്ടുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ ഞങ്ങളുടെ ആധിപത്യം മാത്രമേ പാടുള്ളൂ, മറ്റുള്ളവരെല്ലാം ഞങ്ങൾക്ക് കീഴ്വഴങ്ങി നിന്നുകൊള്ളണം എന്നുള്ള ധാർഷ്ട്യം ഇന്ന് ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ മുഖമുദ്രയായി മാറിയിരിക്കുന്നു. നമ്മുടെ വൈവിധ്യം, നിങ്ങൾ എന്ത് ആഹാരം കഴിക്കണം, നിങ്ങൾ എന്ത് വസ്ത്രം ധരിക്കണം, നിങ്ങൾ എങ്ങനെ ജീവിക്കണം എന്നൊക്കെ ഞങ്ങൾ തീരുമാനിക്കും എന്ന നിലയിലേക്ക് അവരുടെ ധാർഷ്ട്യം വളർന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് വലിയ അപകടമാണ്. നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ ഭരണഘടനയ്ക്ക് വിരുദ്ധമായ കാഴ്ചപ്പാടുകളും പ്രവർത്തനങ്ങളുമാണ് ഇവരുടെ ഭാഗത്തു നിന്നിപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഏറ്റവും നല്ല ദൃഷ്ടാന്തമാണ് ഏറ്റവും ഒടുവിൽ ഈ 2 കന്യാസ്ത്രീകൾക്ക് സംഭവിച്ചിരിക്കുന്നത്. ഇതിനെതിരായിട്ട് മതേതര മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ടും തികച്ചും ജനാധിപത്യപരമായ അടിത്തറയിൽ നിന്നുകൊണ്ടുമുള്ള വലിയൊരു മുന്നേറ്റമാണ് ഉണ്ടാകേണ്ടത്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇവിടെയും ഈ സമ്മേളനം ചേർന്നിരിക്കുന്നത്. ഇവിടെ മറ്റ് മുൻ പ്രാസംഗികരെല്ലാം ഉയർത്തിപ്പിടിച്ച ആശയങ്ങളോടും അവരുടെ ഹൃദയത്തിൻ്റെ പ്രതിഷേധത്തോടും ഒപ്പം ചേർന്നുകൊണ്ട് തുടർന്നുള്ള സമരങ്ങളിലും ആലുവ അദ്വൈതാശ്രമത്തിൻ്റെ ഭാഗത്തു നിന്നുള്ള സർവവിധ പിന്തുണയും വാഗ്ദാനം ചെയ്തുകൊണ്ടും ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. നന്ദി.